മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ്. ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ വന്ദേമാതരം ആലപിക്കണമെന്നാണ് ഉത്തരവ്. പൂർണ്ണമായും ആലപിക്കണമെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി. വിജിൻ, വലിയ പ്രതിഷേധമുയരാൻ സാധ്യതയുള്ള ഒരു ഉത്തരവാണ്. അതിന്റെ സർക്കുലറാണോ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്? ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത് എന്താണ്? സർക്കാർ എങ്ങനെയായിരിക്കും ഇത് വിശദീകരിക്കാൻ പോകുന്നത്? സൈഫുദ്ദീൻ, UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലോചിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത് മാറ്റി പാതി ഭാഗം മാത്രം ആലപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ BJP അജണ്ടയുടെ ഭാഗമായിട്ടാണ് വന്ദേമാതരം ഇങ്ങനെ പൂർണ്ണമായും ആലപിക്കുന്നത്. അത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ള വിമർശനം നേരത്തെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉയർത്തിയതാണ്. ഇടതുപക്ഷമൊക്കെ ആ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തതാണ്. അതിനിടയിലാണ് നിലവിലിപ്പോൾ സംസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്നുള്ള സർക്കുലർ നിലവിൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയിരിക്കുന്നത്. അത് ഈ 9 മുതൽ 17 വരെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ളൊരു സർക്കുലർ എന്ന സർക്കുലറിൽ പറയുന്നത്. കൾച്ചറൽ അഫയേഴ്സ് വിഭാഗമാണ് ഇത്തരം നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്നുള്ളതാണ്. വലിയ വിവാദം ആകാൻ സാധ്യതയുള്ള വിഷയം തന്നെയാണ്. സ്വാതന്ത്ര്യദിന പരിപാടികളിൽ, അതായത് ആഗസ്റ്റ് 15-ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. മുഖ്യമന്ത്രി ഉൾപ്പെടെ പതാക ഉയർത്തുമ്പോഴും അതേ നിലയിൽ തന്നെ വന്ദേമാതരം ആലപിക്കേണ്ട സാഹചര്യം വരും. അത് എങ്ങനെ സർക്കാരിന് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. നിലവിൽ ചീഫ് സെക്രട്ടറിയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നയപരമായി സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാകും എന്നുള്ളതാണ്. കാരണം RSS ഏതൊക്കെ തരത്തിൽ RSS അജണ്ട നടപ്പിലാക്കാൻ അതിന്റെ പൂർണ്ണരൂപം ആലപിക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതായിരുന്നു എന്തായാലും പ്രതിപക്ഷ പാർട്ടികളിൽ പ്രധാനപ്പെട്ട കോൺഗ്രസും CPM ഒക്കെ ആരോപിച്ചിരുന്നത്. അതിപ്പോൾ അതേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എല്ലാ പരിപാടികളിലും ആലപിക്കാനുള്ള ഒരു തീരുമാനം നടപ്പിലാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യെസ്, അപ്പോൾ ഒരു തവണ അത് വിവാദമായപ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പകുതി ചൊല്ലിയിട്ടുണ്ട്. ഇത് കോടതി ഉത്തരവൊന്നുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാണ്. അത് ലംഘിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് പോകാവുന്നതാണ്. പക്ഷേ ഇതുവരെ പോയി കാണുന്നില്ല എന്ന് മാത്രമല്ല, ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ചടങ്ങുകൾക്ക് വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന്. തീർച്ചയായും വലിയ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ട്. എന്ത് ന്യായീകരണമായിരിക്കും സംസ്ഥാന സർക്കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും അടങ്ങുന്ന നേതാക്കളും പ്രാസംഗികരുമൊക്കെ ഇതിനകത്ത് ചമയ്ക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം.